നമസ്കാരം. കേരളത്തിലെ ഭരണസഖ്യമായിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിലവിൽ അഭിമുഖീകരിക്കുന്നത് കേവലം ഒരു താൽക്കാലിക തർക്കമല്ല, മറിച്ച് രാഷ്ട്രീയ പങ്കാളിത്തത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള വിശ്വാസ്യത പൂർണ്ണമായും തകർന്നതിൻ്റെ ഒരു പ്രതിഫലനമാണ്. മുന്നണിയിലെ രണ്ടാമത്തെ വലിയ കക്ഷിയായിട്ടുള്ള CPI ഈ ഭരണ നേതൃത്വത്തിൽ നിന്ന് തങ്ങൾ നേരിട്ട തുടർച്ചയായിട്ടുള്ള അവഗണനകളോടുള്ള അന്തിമ പ്രതികരണമാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. വളരെ ദേശീയ പ്രാധാന്യമുള്ള ഒരു വിഷയത്തിൽ പോലും തങ്ങളെ വിശ്വാസത്തിലെടുക്കാതിരുന്ന സാഹചര്യമാണ്. അതും PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സന്ധി ചെയ്യാത്ത നിലപാടിലേക്ക് അവരെ നയിച്ചത്. ഈ നിർണായകമായ വ്യതിചലനം അത് സമീപകാലത്തെങ്ങും ഇല്ലാത്ത വിധം സഖ്യത്തിൻ്റെ കെട്ടുറപ്പിനെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ആഭ്യന്തര പ്രതിസന്ധിക്ക് തിരികൊളുത്തിരിക്കുകയാണ്. CPM കേന്ദ്രങ്ങൾ പ്രശ്ന പരിഹാരത്തിനായിട്ട് മുഖ്യമന്ത്രിയുടെ മേൽനോട്ടത്തിൽ ചർച്ചകൾക്ക് വാതിൽ തുറന്നുവെങ്കിലും ഈ ഉദ്യമം ഫലപ്രാപ്തിയിലെത്തുന്നതിന് മുൻപ് തന്നെ നടന്ന ഈ ഏകപക്ഷീയമായിട്ടുള്ള നീക്കങ്ങൾ അന്തരീക്ഷം കൂടുതൽ കലുഷിതമാക്കിയിരിക്കുകയാണ്. മന്ത്രി V ശിവൻകുട്ടിയെ CPI ആസ്ഥാനത്തേക്ക് അടിയന്തരമായി അയച്ച നടപടി ഒരു ഔദ്യോഗിക ചർച്ചയ്ക്ക് മുൻപ് സമ്മർദ്ദം ചെലുത്താനുള്ള തന്ത്രമായി വ്യാഖ്യാനിക്കപ്പെട്ടു. ഇത് പ്രതിസന്ധിയിലായ CPMൻ്റെ ഉത്കണ്ഠയാണ് വ്യക്തമാക്കുന്നത്. മാത്രമല്ല CPIയെ പിന്തുണച്ചുകൊണ്ട് JDS, RJD തുടങ്ങിയ ഘടകകക്ഷികളും രംഗത്ത് വന്നിരിക്കുകയാണ്. നയരൂപീകരണത്തിലെ സുതാര്യതയില്ലായ്മയെക്കുറിച്ചുള്ള പൊതുവായിട്ടുള്ള അതൃപ്തിയാണ് ഇവിടെ അടിവരയിടുന്നത്. ഈ പ്രതിസന്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മാനം അത് മന്ത്രിസഭയുടെ കൂട്ടായ ഉത്തരവാദിത്വം എന്ന തത്വത്തെ CPI പരസ്യമായി ചോദ്യം ചെയ്തു എന്നതാണ്. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിൻ്റെ എന്തൊരു കൂട്ടായ ഉത്തരവാദിത്വം എന്ന പ്രസ്താവന സഖ്യത്തിൻ്റെ ആശയപരമായിട്ടുള്ള അടിത്തറയ്ക്ക് നേരിട്ടുള്ള വിമർശനമായിരുന്നു. നയപരമായ വിഷയങ്ങളിൽ പോലും ചർച്ച ചെയ്യപ്പെടാതെ ഇരുട്ടിൽ നിർത്തപ്പെടുന്നു എന്ന തോന്നലാണ് ഈ തത്വത്തെ തള്ളിപ്പറയാൻ CPIയെ പ്രേരിപ്പിച്ചത്. മുൻകാലങ്ങളിൽ ശക്തമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നപ്പോഴും CPI സംരക്ഷിച്ചു പോകുന്ന ഒരു രാഷ്ട്രീയ മര്യാദയാണ് ഇപ്പോൾ തകർന്ന് തരിപ്പണമായിരിക്കുന്നത്. മന്ത്രിസഭയിൽ നിന്ന് പിന്മാറാൻ തയ്യാറാണെന്ന CPIയുടെ സന്നദ്ധത അത് ദേശീയ നേതൃത്വത്തെ പോലും അറിയിച്ചുവെന്ന വാർത്ത അത് ഈ പ്രശ്നത്തിൻ്റെ ഗൗരവം ഇപ്പോൾ കൂടുതൽ വർദ്ധിപ്പിക്കുകയാണ്. ഇതൊരു രാഷ്ട്രീയ നീക്കത്തിനുള്ള സൂചനയാണ്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് തോമസ് ചാണ്ടി വിഷയത്തിൽ CPI മന്ത്രിമാർ പ്രതിഷേധ സൂചകമായിട്ട് ക്യാബിനറ്റ് യോഗത്തിൽ നിന്ന് വിട്ടുനിന്നത് സമാനമായ ഒരു സാഹചര്യമാണ്. അന്ന് ആ പ്രതിഷേധം ഒരു മന്ത്രിയുടെ രാജിയിലേക്ക് നയിച്ചു. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ മന്ത്രിമാർ പ്രതികാത്മകമായി വിട്ടുനിന്നാൽ പോലും അത് ഭരണപക്ഷത്തിന് കനത്ത രാഷ്ട്രീയ പ്രഹരമാവുകയും പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങൾക്ക് ശക്തി പകരുകയും ചെയ്യും. സീറ്റ് വിഭജനത്തെക്കുറിച്ചുള്ള തർക്കങ്ങളോ രാഷ്ട്രീയ വിഷയങ്ങളിലെ അഭിപ്രായ ഭിന്നതകളോ LDFൽ പുതിയതല്ല. എന്നാൽ നയപരമായിട്ടുള്ള ഒരു വിഷയത്തിൽ CPI ഇത്രത്തോളം അവഗണിക്കപ്പെടുകയോ അപമാനിക്കപ്പെടുകയോ ചെയ്ത ഒരു സാഹചര്യം ഈ മുന്നണിയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഒരു ഇടതുപക്ഷ പാർട്ടി എന്ന നിലയിലുള്ള തങ്ങളുടെ രാഷ്ട്രീയ അസ്തിത്വത്തെ അതിനെപ്പോലും ചോദ്യം ചെയ്യുന്ന വിധത്തിൽ CPM സ്വീകരിക്കുന്ന ഏകപക്ഷീയമായിട്ടുള്ള സമീപനങ്ങളിൽ CPI നേതൃത്വം അങ്ങേയറ്റം അസ്വസ്ഥരാണ്. ഈ അതൃപ്തിയാണ് ഭരണപക്ഷത്തിൻ്റെ ഭാഗമായിരിക്കെ തന്നെ സർക്കാരിനെതിരെ പ്രതിപക്ഷത്തിൻ്റെ സ്വരത്തിൽ സംസാരിക്കാൻ CPIയെ നിർബന്ധിതമാക്കിയിരിക്കുന്നത്. CPI സംസ്ഥാന സെക്രട്ടറിയുടെ പ്രസ്താവനകളിൽ ഏറ്റവും ശ്രദ്ധേയമായത് PM ശ്രീ വിഷയത്തിലെ സുതാര്യതയില്ലായ്മയിൽ അന്തർലീനമായിരിക്കുന്ന ഈ ചില കാര്യങ്ങളെക്കുറിച്ചുള്ള സൂചനകളാണ്. CPI ഇരുട്ടിലാണെന്ന് ആവർത്തിച്ച് പറഞ്ഞ അദ്ദേഹം ഈ വിഷയത്തിൽ CPMഉം BJPയും തമ്മിൽ ഒരു ഒളിപ്പിച്ചു വെച്ച ധാരണയോ അന്തർധാര ബന്ധമോ ഉണ്ടായിരിക്കാമെന്ന് പരോക്ഷമായി തന്നെ സൂചനയും നൽകി. ദേശീയ പ്രാധാന്യമുള്ള ഒരു വിഷയത്തിൽ സഖ്യകക്ഷികളെ വിശ്വാസത്തിലെടുക്കാതിരുന്നത് ഈ സംശയങ്ങൾക്ക് ആക്കം കൂട്ടുകയാണ്. ആശയപരമായിട്ടുള്ള ചട്ടക്കൂടിൽ പ്രവർത്തിക്കേണ്ട ഒരു മുന്നണി പ്രധാനപ്പെട്ട നയതീരുമാനങ്ങൾ മറച്ചുവെച്ച് മുന്നോട്ട് പോകുന്നത് രാഷ്ട്രീയ ധാർമ്മികതയുടെ ലംഘനമാണ്. പത്രസമ്മേളനത്തിൽ ബിനോയ് വിശ്വം പ്രഖ്യാപിച്ച 27-ന് എല്ലാം ശരിയാകുമെന്ന ശക്തമായ ഭാഷയിലുള്ള അന്ത്യശാസനം CPI ഈ പ്രതിസന്ധിയിൽ ഒരു നിർണായക നിലപാടെടുക്കാൻ ഒരുങ്ങുന്നു എന്നതിൻ്റെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു സൂചന തന്നെയാണ്. ഈ തീരുമാനം CPMൻ്റെ നിലപാടുകൾക്ക് വഴങ്ങിക്കൊണ്ട് മുന്നണിയിൽ തുടരണമോ അതോ മുന്നണി ബന്ധം വിച്ഛേദിക്കണമോ എന്ന് രണ്ട് സാധ്യതകളിലേക്കാണ് ഇപ്പോൾ വിരൽ ചൂണ്ടുന്നത്. ഇവിടെ അനുരഞ്ജനത്തിനായിട്ടുള്ള അവസാന ശ്രമങ്ങളെല്ലാം തന്നെ പരാജയപ്പെട്ടുവെന്ന് അടിവരയിടുന്നതാണ് ഈ ഒരു പ്രഖ്യാപനം. മുന്നണിയുടെ ചരിത്രവും CPIയുടെ പ്രാധാന്യവും ഊന്നി പറഞ്ഞുകൊണ്ട് അദ്ദേഹം സംഭാഷണം തുടങ്ങിയത് തങ്ങളുടെ രാഷ്ട്രീയ നിലപാട് ഒരു വിലപേശൽ തന്ത്രം മാത്രമല്ല, പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള പ്രതിബദ്ധത കൂടിയാണെന്ന് വ്യക്തമാക്കാനായിരുന്നു CPI ഈ വിഷയത്തെ കേവലം ഭരണത്തിലെ പങ്കാളിത്തമായി മാത്രമല്ല ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിലുള്ള തങ്ങളുടെ പ്രാധാന്യമായിട്ട് കാണുന്നത്. 5-10 വർഷം ഭരിക്കാനുള്ള കേവലമായ ഒരു അധികാര പങ്കാളിത്തം മാത്രമല്ല LDF എന്ന ബിനോയ് വിശ്വത്തിൻ്റെ വാക്കുകൾ CPIയുടെ രാഷ്ട്രീയ ലക്ഷ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഏതായാലും ഈ ഒരു വലിയ പ്രതിസന്ധി CPIക്ക് മുന്നണി വിടുന്നതിനോ അല്ലെങ്കിൽ നയപരമായിട്ടുള്ള വിഷയങ്ങളിൽ കൂടുതൽ അധികാരം നേടുന്നതിനോ ഉള്ള ഒരു വഴി ഒരുപക്ഷെ തുറന്നേക്കാം.
ഈ മുഹൂർത്തം അത് തീർച്ചയായിട്ടും LDFിൻ്റെ ഭാവി നിർണ്ണയിക്കുന്നതിൽ നിർണായകമാവുകയും കേരള രാഷ്ട്രീയത്തിൽ പുതിയൊരു ധ്രുവീകരണത്തിന് വഴിയൊരുക്കുകയും ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല.